കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2025 ചോദിച്ച ക്ലർക്ക് എക്സാമിന്റെ ഓൺലൈൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരാൾ 3000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എത്ര? അതായത് ഇവിടെ കൂട്ടുപലിശ എന്നൊന്നും പറഞ്ഞിട്ടില്ല, പലിശ നിരക്കിൽ നിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സാധാരണ പലിശയാണ് കണക്കാക്കേണ്ടത്. അപ്പൊ 3000-ന് സാധാരണ പലിശ നിരക്കിൽ 2 വർഷം എത്ര പലിശ കിട്ടും എന്ന് നോക്കുക ആദ്യം. അപ്പൊ എന്താണ്? 13 36 360 ഇൻറ്റു 2, അതായത് 720 രൂപ പലിശയായിട്ട് കിട്ടും. പിന്നെ മുതലും കൂട്ടിയ 3720. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 1:2 ആണെങ്കിൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം. ആദ്യം നമുക്ക് എന്താണെന്ന് അറിയണം. അർദ്ധഗോളങ്ങളുടെ ഉപരിതല വിസ്തീർണം കാണാനുള്ള വാക്യം നമുക്ക് അറിയണം. അത് എത്രയാണ്? 3πr² ആണ് ഉപരിതല വിസ്തീർണം. അപ്പൊ ഇവിടെ r-ന് 1 കൊടുക്കുമ്പോൾ 3π ഇൻറ്റു 1² വരും. അടുത്തത് 3π ഇൻറ്റു 2². ഈ 3πയും 3πയും ഒരേപോലെയാണ്, അത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 1² ഈസ് ടു 2², അതായത് 1:4. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. SSLC പരീക്ഷയിൽ 11 കുട്ടികളുടെ മാർക്കുകൾ തന്നിട്ടുണ്ട്. ആയാൽ മാർക്കുകളുടെ മീഡിയം എത്ര? മീഡിയൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒന്നുമില്ല വെച്ചെങ്കിൽ നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതുക, അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക. എന്നിട്ട് നടുവിലുള്ളത് ഏതാണോ, നടുവിൽ ഒറ്റ സംഖ്യയാണ് വെച്ചെങ്കിൽ പിന്നെ നടുവിലുള്ളത് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണെങ്കിൽ 2 എണ്ണത്തിന്റെ നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് എടുക്കണം. അപ്പൊ ഇതില് എത്ര സംഖ്യകളുണ്ട് നോക്കൂ. 2 4 6 8 10 11. അപ്പൊ ഏതാണ്? 6th ആണ് നമുക്ക് നടുവിലായിട്ട് വരിക അല്ലെ. 6th ഏതാന്ന് നോക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റ് ഏത് വരും? ആരോഹണ ക്രമത്തിലാണ് എഴുതണമെങ്കിൽ 20 ആദ്യം വരും, പിന്നെ 24, പിന്നെയും ഒരു 24 ഉണ്ട്, പിന്നെ എന്തുണ്ട്? 25 ഉണ്ട്. അപ്പൊ 4 എണ്ണം കഴിഞ്ഞു അല്ലെ. 20, പിന്നെന്താണ്? 27 ഉണ്ട്, പിന്നെ 28. അപ്പൊ ആറാമത്തെ എന്താണ് വരിക? 28. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിൽ സമയം 8:20 PM കാണിക്കുന്നു എങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? 8:20 എന്ന് പറഞ്ഞാൽ എവിടെയാണ് സൂചി ഉണ്ടാവുക? 8 കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അവർ ഹാൻഡ് 8-ലും പിന്നെ മിനിറ്റ് സൂചി എത്രയിലാവും? 4-ലാവും. 4 5 20 അല്ലെ. അപ്പൊ 8 വലുത് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടകൾ എത്രയുണ്ടാവും? 4-ന്ന് 8 ആവാൻ വേണ്ടി 4 ഇടകൾ ഉണ്ടാവും അല്ലെ. 4-ന്ന് 5 വരെ ഒരിട, 5-ന്ന് 6 വരെ, 6-ന്ന് 7 വരെ, 7-ന്ന് 8 വരെ, അങ്ങനെ 4 ഇടകൾ ഉണ്ടാവും. ഓരോ ഇടയ്ക്കും 30 ഡിഗ്രി ആണ്. അപ്പൊ 4 ഇടയ്ക്ക് എത്ര വരും? 4 × 30 120 ഡിഗ്രി. ഇനി 8 കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിൽക്കണ്ടാവുക. ആ കുറച്ച് കഴിഞ്ഞത് നമ്മൾ എങ്ങനെ കണക്കാക്കും? അത് മിനിറ്റിന്റെ വ്യത്യാസമാണ് അല്ലെ. മിനിറ്റിന്റെ വ്യത്യാസം നമുക്ക് കാണാൻ എന്ത് ചെയ്യാ? ഇതിന്റെ പകുതി എടുക്കുക. ഈ മിനിറ്റിന്റെ പകുതി എന്ന് പറഞ്ഞാൽ അത്രയും ഡിഗ്രിയാണ് വരിക, അതായത് 10 ഡിഗ്രിയാണ് വരിക. അപ്പൊ അത് തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്, കാരണം ഈ 8 വലുതാണ് അല്ലെ. ഈ 4-നെക്കാട്ടും ഈ ഭാഗത്താണ് വലുത് വരണമെങ്കിൽ നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അല്ല ഇവിടെയാണ് വലുത്, ഇവിടെ ചെറുതും ഇവിടെ വലുതുമാണെങ്കിൽ നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരും? 120 ഡിഗ്രി പ്ലസ് 10 ഡിഗ്രി, അതായത് 130 ഡിഗ്രി. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12 + 17 - 12 ഇൻറ്റു 3 + 72 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു എത്ര? ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ചെയ്യണം. ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ബോർഡ് മാസിൽ ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഡിവിഷൻ,
പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പൊ 17 മൈനസ് 12 എത്ര വരും? 5 വരും. ഇനി ഡിവിഷൻ ചെയ്യുക. 72 ഡിവൈഡഡ് ബൈ 8, 9 72. അപ്പൊ ഇനി എന്താ മൾട്ടിപ്ലിക്കേഷൻ? 5 × 3 15. അപ്പൊ എന്ത് വരും? 12 + 15 + 9. 12ഉം 15ഉം കൂടി കൂട്ടിയ 27. 27ഉം 9ഉം കൂടി കൂട്ടിയ 36. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്ക് ZKLWH എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? W ആണ് ഇവിടെയെങ്കിൽ എക്സും വൈയും ഇല്ലാണ്ട് പിന്നെ Z ആണ് എഴുതിക്കണത്. H ആണ് വെച്ചെങ്കിൽ ഐയും ജെയും ഇല്ലാണ്ട് K ആണ് എഴുതിക്കണത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ബി കഴിഞ്ഞ എന്ത് വരും? സിയും ഡിയും ഇല്ലാണ്ട് ഇ ആണ് വേണ്ടത്. അപ്പൊ ഓരോ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇത് തന്നെയെന്ന് നമുക്ക് ഉറപ്പിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 59, 73, 87, 47. നോക്കൂ, 87-ലെ 8, 7, 15, 3 പൂവും അല്ലെ. ഈ ബാക്കിയെല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ്. 87 എന്നുള്ളതാണ് നമുക്ക് അഭാജ്യ സംഖ്യ അല്ലാത്തത്. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യയാണ്. 59, 73, 47 എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാമു തന്റെ ഓഫീസിൽ നിന്ന് കിഴക്കോട്ട് 40 മീറ്റർ നടക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 8 മീറ്റർ നടന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താ എഴുതാം? കിഴക്ക് ഇവിടെയാവും വരിക അല്ലെ. അപ്പൊ ഇവിടുന്ന് എന്ത് പറഞ്ഞു? 40 മീറ്റർ നടന്നു. 40 മീറ്റർ. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ നടന്നു. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് എവിടേക്കുള്ള ദൂരാണ് ചോദിച്ചിരിക്കണേ? ഈ ദൂരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ 25 ആണ് വെച്ചെങ്കിൽ ഇവിടെ 40 ആണ് വെച്ചെങ്കിൽ ഈ ദൂരം നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഈ ദൂരം എന്താവും? 40 - 25 ആവും അല്ലെ. അപ്പൊ 25, 5, 30, 40. അപ്പൊ 15 ആണ് ഇവിടെ. ഇവിടെ 8 ആണ് വെച്ചെങ്കിൽ ഇവിടെയും 8 ആവില്ലേ? അപ്പൊ നമുക്ക് ഇത് എന്താണ്? മട്ടത്രികോണാണ്. അട്ടത്രികോണത്തിന്റെ കർണം നമുക്ക് കണ്ടുപിടിക്കാം. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അപ്പൊ 15 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ അത് എത്രയാണ് വരിക? 225 പ്ലസ് 64. അപ്പൊ എത്ര വരും? 289. അതെ, അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും? 17. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്യൂവിൽ ദീപ പിന്നിൽ നിന്ന് 9-മതും മുന്നിൽ നിന്ന് 7-മതുമാണെങ്കിൽ എത്ര പേർ ക്യൂയിലുണ്ട്? അതായത് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരാളെ തന്നെയാണ് പറയണത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 9ഉം 7ഉം കൂടി കൂട്ടി അതിന്ന് എന്ത് ചെയ്യണം? 1 മൈനസ് ചെയ്യണം. കാരണം 2 സ്ഥലത്ത് നിന്നും ഒരാളെ തന്നെ പറയണേ. അതുകൊണ്ടാണ് ഈ -1 ചെയ്യണത്. അപ്പൊ 16 - 1 എത്രയാണ്? 15. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയി നോക്കാം. ഇപ്പൊ കാണാമെന്ന് വിചാരിക്കണു. 0.0036 ആണ് അല്ലെ. അപ്പൊ ഇവിടെ എത്ര സ്ഥാനമുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 2, 4, 5 സ്ഥാനമുണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ എത്ര സ്ഥാനമുണ്ട് നോക്കൂ? 2, 4, 6 സ്ഥാനം. അപ്പൊ മുകളില് എത്ര സ്ഥാനമുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 11 സ്ഥാനമുണ്ട്. താഴെ എങ്ങനെയാ? 2, 4, 6, 7 സ്ഥാനം അല്ലെ. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 5 സ്ഥാനം. അപ്പൊ 12 സ്ഥാനം. അപ്പൊ കൂടുതലുള്ളത് ഇവിടെയാണ് അല്ലെ. അപ്പൊ നമ്മള് എവിടെയാണ്? ഇവിടെ പോയിന്റ് കൂടുതലുണ്ട്. അപ്പൊ നമ്മള് ആൻസറിൽ × 10 ചെയ്യണം. കാരണം ഒരെണ്ണാണ് വ്യത്യാസം അല്ലെ. അപ്പൊ ആ പോയിന്റ് ഇവിടെ വരണ കാരണം നമ്മൾ × 10 ചെയ്യണം. ഇനി പോയിന്റ് ഒന്നും ഇല്ലാച്ചെങ്കിൽ എന്തൊക്കെയാണ്? 36 × 64 / 6 × 8 ആണ് അല്ലെ. എണ്ണ 8 ആണ്. 64, 6, 6, 36, 6, 8, 48. പിന്നെ ഒരു 0 കൂടി ചേർക്കണം. അപ്പോഴാണ് ആൻസർ വരിക. എന്തുകൊണ്ടാണ് ഈ 0 ചേർക്കാൻ കാരണം
ഞാൻ പറഞ്ഞു തരാം. കാരണം എന്താന്ന്, ഇത് എന്ന് പറയുന്നത് എത്രയാണ്? 6/7 പൂജ്യം ഉള്ളതാണ് അല്ലേ? അപ്പൊ ഈ പൂജ്യങ്ങള് നമ്മള് മുകളിലാണ് വരിക അല്ലെ? 2, 4, 6, 7 പൂജ്യം. ഇനി ഇവിടെ എന്താണ്? 8/5 പൂജ്യം ഉള്ളത്. 4, 5. അപ്പൊ ഇതെല്ലാം നമ്മള് എങ്ങനെയാണ്? ഇത് മുകളിലാണ് വരിക അല്ലെ? അപ്പൊ 36 into 64 into ഇത്രയും ഡിവൈഡഡ് ബൈ, പിന്നെ താഴെ വരുന്നത് ഇതിന്റെ, അതായത് ഇത് എന്ന് പറയുന്നത് 36/, എത്ര പൂജ്യം ഉണ്ട്? 2, 4, 5 പൂജ്യം വരണം. 4, 5 പൂജ്യം. മനസ്സിലായോ? അപ്പൊ ഇത് മുകളിലേക്ക് വരണ കാരണമാണ് ഇൻറ്റു 10 നമ്മൾ ചെയ്യണം. കാരണം ഇവിടെയാണ് കൂടുതലുള്ളത്, കൂടുതൽ പൂജ്യമുള്ളത്. ഇവിടെ 12 ഉണ്ട്, ഇവിടെ 11 ഉള്ളൂ. അപ്പൊ ഒരു പൂജ്യം കൂടുതലാണ്. അപ്പൊ ഇൻറ്റു 10 ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ എന്ത് വന്നത്? 480 എന്ന് വന്നത്. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒരുവിധം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതും ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.